കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം നടി സ്വാതി നിത്യാനന്ദ് വിഷ്ണു സന്തോഷ് ചിത്രങ്ങളെക്കുറിച്ചായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഇരുവരും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചതോടെയാണ് ഗോസിപ്പ് കോളങ്ങളിൽ ഇവരുടെയും വാർത്തകൾ നിറഞ്ഞത്. അതിനു മുൻപും വിഷ്ണുവിന് പുതിയ ബുള്ളറ്റ് സമ്മാനം നൽകിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇരുവരും സ്നേഹത്തോടെ വിളിക്കുന്ന പേരും ചേർത്ത് വെച്ചാണ് വിഷ്ണു സ്വാതിക്ക് നന്ദി പറഞ്ഞത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് 100 നിറങ്ങൾ കൽപ്പിച്ചാണ് സോഷ്യൽ മീഡിയ കഥകൾ മെനഞ്ഞത്. തൻ്റെ കർമ്മമേഖലയിൽ സ്വന്തമായി വഴിവെട്ടി വന്നവളാണ് സ്വാതി. കുറഞ്ഞ കാലം കൊണ്ടാണ് അവർ മിനിസ്ക്രീൻ രംഗത്ത് തൻ്റേതായ സ്ഥാനം നേടിയത്. അതുകൊണ്ട് തന്നെ സദാചാരക്കാരുടെ ഇത്തരം ഗോസിപ്പുകൾ സ്വാതിയെ ബാധിക്കില്ല. സീമന്തരേഖയിൽ സിന്ദൂരവും പട്ടുസാരിയും അണിഞ്ഞുകൊണ്ട് അതീവ സുന്ദരിയായുള്ള സ്വാതിയുടെ ചിത്രങ്ങൾ, ഒപ്പം അതിന് നൽകിയ ക്യാപ്ഷൻ, എല്ലാത്തിനുമുപരി വിഷ്ണുവിനൊപ്പമുള്ള സന്തോഷ നിമിഷം കൂടിയായപ്പോൾ സ്വാതി വിഷ്ണു ബന്ധം ഏതാണ്ട് നടന്ന പോലെ ആയി സോഷ്യൽ മീഡിയയിലെ സംസാരം. എന്നാൽ അധികം വൈകാതെ പോസ്റ്റുമായി സ്വാതിയും എത്തി. എന്തെങ്കിലും നടന്നാൽ ഉറപ്പായും ഞാൻ അറിയിക്കും. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയും സ്വാതി നടത്തുകയുണ്ടായി. മലയാളത്തിന് പുറമെ അന്യഭാഷാ സീരിയലുകളിലും സ്വാതി സജീവമാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നായിക എന്നാണ് സ്വാതിയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് സ്വാതി ഇപ്പോഴും അറിയുന്നത്. എങ്കിലും ചെമ്പട്ടെന്ന പരമ്പരയിലായിരുന്നു അരങ്ങേറ്റം. ടോപ്പ് 5 നായികമാരുടെ ലിസ്റ്റ് എടുത്താൽ സ്വാതി മിനിസ്ക്രീനിലെ തിരക്കുള്ള നായികയാണ്. ഗോസിപ്പുകൾ പറഞ്ഞു പരത്തുന്ന ആർക്കും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതുതന്നെയാകാം ആളുകൾക്ക് പലതും പറയാം. പക്ഷേ സത്യം നമുക്കല്ലേ അറിയൂ. അവർക്കൊരിക്കലും നമ്മുടെ ശരിക്കുള്ള കഥ അറിയില്ലല്ലോ എന്ന് അർത്ഥം വരുന്ന ഒരു വീഡിയോയും സ്വാതി പങ്കുവച്ചു. സ്വാതി തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ചെമ്പട്ടെന്ന പരമ്പരയിലൂടെയാണ്. പരമ്പരയിൽ ദേവിയുടെ വേഷത്തിലാണ് സ്വാതി എത്തിയത്. വിവാഹത്തിന് ശേഷം നാമം ജപിക്കുന്ന വീട്ടിലും സി കേരളത്തിലെ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിലെ അപർണയുമൊക്കെയായി സ്വാതി തിളങ്ങി നിന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാളം തെലുഗു പ്രേക്ഷകർക്ക് സ്വന്തക്കാരിയായി സ്വാതി മാറിയത്. അതും സ്വന്തമായി വഴിവെട്ടി വളർന്ന ലേബലിൽ തന്നെ. ഭ്രമണത്തിലെ ഹരിത എന്ന കഥാപാത്രത്തെ പക്വത നിറഞ്ഞ രീതിയിൽ തന്നെയാണ് സ്വാതി അവതരിപ്പിച്ചത്. കട്ടവില്ലത്തിയുടെ റോൾ തനിക്കും വഴങ്ങുമെന്ന് തെളിയിച്ച താരം കൂടിയാണ് സ്വാതി. മലയാളത്തിൽ സി കേരളത്തിലെ പരമ്പരകൾക്ക് പിന്നാലെ സൂര്യ ടിവിയിലെ കോൺസ്റ്റബിൾ മഞ്ജുവിലെത്തി നിൽക്കുകയാണ് സ്വാതിയുടെ യാത്ര. അന്യഭാഷയിലെ സീരിയലുകളിലും സ്വാതി സജീവമാണ്. അപ്പോൾ ഗോസിപ്പ് ഉണ്ടാകുന്നതിനും കുറവില്ല.